ഹലോ, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ഡ്രോയിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് ഹെക്സഗണൽ നെറ്റ്. മെഷീൻ ഡ്രോയിങ് നമുക്കറിയാം, നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഗ്രാഫിക്സിന്റെ ഒരു തുടർച്ചയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിലെ ലൈൻസ്, അതുപോലുള്ള ഓർത്തോഗ്രാഫിക് വ്യൂ, എന്താണ് ഐസോമെട്രിക് വ്യൂ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ടോപ്പിക്കിലോട്ട് വരാം. സാധാരണ ഫസ്റ്റ് മൊഡ്യൂളിൽ 15 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഹെക്സഗണൽ നെറ്റ് എന്ന് പറയുന്നത്. ഇതിനെ തുടർച്ചയായിട്ട് വരുന്ന ഹെക്സഗണൽ ബോൾട്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ സാധാരണ എങ്ങനെയാണ് വരിക? ഡ്രോ 3 വ്യൂസ് ഓഫ് ഹെക്സഗണൽ നെറ്റ് ഫോർ M30 ബോൾട്ട്. അളവ് വ്യത്യാസം വരും. അതായത് M30 ഇങ്ങനെ ഒരു അളവ് വരും. M30 ബോൾട്ട്. M30 ബോൾട്ടിന് വേണ്ടിയിട്ടുള്ള ഹെക്സഗണൽ നെറ്റിന്റെ 3 വ്യൂസ് വരക്കാൻ വേണ്ടിയിട്ട് പറയും. അതാണ് സാധാരണ 15 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, നെറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെയാണ്, ഒരു 3D വ്യൂ നമുക്ക് കാണാം നെറ്റിന്റെ. ഇനി നെറ്റിന്റെ ഈ വ്യൂസിൽ നമ്മൾ ഏത് ഭാഗത്ത് എങ്ങനെയുള്ള 3 വ്യൂസ് ആണ് വരക്കുന്നത് ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ടോപ്പ് വ്യൂ, ഇവിടുന്ന് വ്യൂ ആണ് നമ്മളൊന്ന്. ഒരു വ്യൂ വരുന്നത് പ്ലാൻ ആണ്. രണ്ടാമത്തെ വ്യൂ വരുന്നത് എലിവേഷൻ, അതായത് ഫ്രണ്ട് വ്യൂ. ഇവിടെ നോക്കുക, 3 എഡ്ജ് നമുക്ക് കാണാം, 3 വശങ്ങൾ നമുക്ക് കാണാം. 1, 2, 3. അപ്പൊ നമ്മൾ പ്ലാൻ എലിവേഷൻ വരക്കുമ്പോൾ, ഫ്രണ്ട് വ്യൂ വരക്കുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് വ്യൂ, ഈ ഫ്രണ്ട് ഫേസ് ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ വേണം വരക്കാൻ. രണ്ടാമത്തെ സൈഡ് വ്യൂ വരക്കുമ്പോൾ ഈ എഡ്ജിൽ നിന്നാണ് വരക്കുന്നത്. എഡ്ജ് സെന്റർ ആക്കിയിട്ടാണ് നമ്മൾ വരക്കേണ്ടത്. ഫ്രണ്ട് വ്യൂ വരക്കുമ്പോൾ ഈ ഒരു ഫേസ് ഫുള്ളായിട്ട് വരുന്ന രൂപത്തിൽ വേണം നമുക്ക് വരക്കാൻ. അപ്പൊ നമുക്ക് ഡ്രോയിങ്ങിലോട്ട് പോവാം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ 3 വ്യൂസ് ഓഫ് ഹെക്സഗണൽ നെറ്റ് ഫോർ M30 ബോൾട്ട്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ പ്ലാൻ വ്യൂ എന്താണ് വരക്കാം. പ്ലാൻ വ്യൂ ഫസ്റ്റ് വരക്കാം. അതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പൊ ക്വസ്റ്റ്യനിൽ M30 ബോൾട്ട് എന്നാണ് തന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 30 എന്ന് സൂചിപ്പിക്കുന്നത് ബോൾട്ടിന്റെ മേജർ ഡയമീറ്റർ ആണ്. മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ മേജർ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 30 mm. യൂണിറ്റ് mm ആണ്. ഇനി ഇതിനെ D എന്ന് സൂചിപ്പിക്കും. D ഈസ് ഈക്വൽ ടു മേജർ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 30 mm. ഇനി നമ്മൾ നെറ്റിന്റെ എല്ലാ അളവും വരുന്നത് എന്തിന് പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും? ഈ ഡിക്ക് പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും നെറ്റിന്റെ എല്ലാ അളവും വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നെറ്റിന്റെ ഔട്ടർ ഡയമീറ്റർ, ഇന്നർ ഡയമീറ്റർ, ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്തിന്റെ ടേംസിലാണ് വരിക? മേജർ ഡയമീറ്റർ ഡി എന്നുള്ളതിന്റെ ടേംസിലാണ് വരിക. അത് നമ്മൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാറുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡോ BS അങ്ങനെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് കാണിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ബോൾട്ടിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ നെറ്റിന്റെ ഹൈറ്റ് എത്ര വേണം, നെറ്റിന്റെ ഡയമീറ്റർ എത്ര വേണം, ഇന്റേണൽ ത്രെഡിന്റെ ഡയമീറ്റർ എത്ര വേണം, അതിനൊക്കെ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു ഫിഗർ വരക്കണം എന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് നിങ്ങൾ ആദ്യം കാണാതെ പഠിക്കണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. കുറച്ച് ടേമുകൾ, കുറച്ച് അളവ് നമുക്ക് എന്ത് ചെയ്യണം? കാണാതെ ബൈഹാർട്ടായിട്ട് അറിയണം. എങ്കിൽ മാത്രം നമുക്ക് ഈ ഫിഗർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ഇവിടെ എഴുതും, സൈഡിൽ എഴുതും, നിങ്ങളത് നോട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ വരക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ഒപ്പം തന്നെ വരക്കുക. നിങ്ങൾ ആദ്യം ഒരു നോട്ട്ബുക്ക് എടുത്തിരിക്കുക. നോട്ട്ബുക്കൊക്കെ എടുത്തുകൊണ്ട് ഒരു A4 സൈസ് നോട്ട്ബുക്ക് കയ്യിൽ വേണം. ഞാൻ പറയുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ ഒപ്പം വരച്ചിട്ട് പോരുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? നമുക്ക് പ്ലാൻ വരക്കാം. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നെറ്റിന്റെ മുകളിൽ നമ്മൾ വരക്കുകയാണ് പ്ലാൻ. അപ്പൊ ഇവിടെ ഞാൻ സൈഡിലെ അളവ് എഴുതുന്നുണ്ട്. D is equal to 30 mm. ഇനി ഞാൻ അളവ് വെച്ചിട്ടല്ല എഴുതുന്നത്, ഞാൻ എത്ര അളവ് എടുക്കേണ്ടതെന്നുള്ളത് പറയാം. നിങ്ങൾ എന്ത് ചെയ്യാം? 30 ആക്കിയിട്ടുള്ള അളവുകളിൽ നിങ്ങൾ വരക്കുക. ഒരു ഫെയർ ആയിട്ട് തന്നെ നിങ്ങൾ പ്രൊട്രാക്ടർ കോമ്പസ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ വരക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് വരക്കാണ്. ആദ്യം തന്നെ സെൻട്രൽ ലൈൻ വരക്കാം. പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെൻട്രൽ ലൈൻ വരക്കാം. സെൻട്രൽ ലൈൻ നമുക്കറിയാം ചെയിൻ ലൈൻ ആണ്, അതുപോലെ തിൻ ലൈൻ ആണ്. പെർപെൻഡിക്കുലർ ആയിട്ട് 2 ലൈൻ വരച്ചു. എന്തെങ്കിലും പേര് കൊടുക്കുക. ABC and D. സെന്റർ O. അപ്പൊ ചെയിൻ ലൈൻ ആയിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് 2 ലൈൻ വരച്ചു.
ഇനി നമുക്ക് അടുത്ത് വരക്കേണ്ടത് 2D എന്നുള്ള ഒരു അളവിൽ ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരക്കാം. എന്താണ് 2D? 2D എന്നുള്ള അളവിൽ ഒരു സർക്കിൾ വരക്കുക. തിൻ ലൈൻ ആയിട്ട് വരച്ചാൽ മതി. 2D. ഞാൻ ഇൻസ്ട്രുമെന്റ് ഒന്നും ഉപയോഗിക്കണില്ല, അതുകൊണ്ട് എന്റെ ഡ്രോയിങ് നിങ്ങൾ നോക്കണ്ട. തിൻ ലൈൻ ആയിട്ട് വരക്കട്ടോ. 2D എന്നുള്ള അളവിൽ ഒരു സർക്കിൾ വരച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം ഇതിൽ ഇൻസ്ക്രൈബ് ഒരു എക്സഗൺ ഇൻസ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്കറിയാം ഇൻസ്ക്രൈബ് എക്സഗൺ എങ്ങനെയാണെന്നും ഇൻസ്ക്രൈബ് സർക്കിൾ എങ്ങനെയാണെന്നും നിങ്ങളൊക്കെ ഓൾറെഡി എവിടെ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് 1-2 സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ സർക്കിൾ വരച്ചതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2D ആണ്. 2D ഡയമീറ്റർ 2D ആണ് നമ്മൾ സർക്കിൾ വരച്ചത്. ഓക്കെ, ഇനി നമ്മൾ D എന്നുള്ള അളവ് കോമ്പസിൽ എടുക്കുക. ഇവിടെ D എന്ന് പറഞ്ഞാൽ എന്താണ്? 30 mm ആണ്. ഓൾ ഡയമെൻഷൻസ് ആർ മില്ലിമീറ്റർ ആണ്. അതിന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? D എന്നുള്ള അളവ് കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ നിന്ന് D എന്നുള്ള അളവിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. സെയിം ഒരു അളവ് ഇവിടുന്ന് D എന്നുള്ള കോമ്പസ് എടുത്തിട്ട് കോമ്പസിൽ നിന്ന് D എന്നുള്ള അളവ് ആർക്ക് കട്ട് ചെയ്യുക. ഇവിടുന്ന് D എന്നുള്ള അളവ് ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, സെയിം ഇവിടുന്നും അതുപോലെ D എന്നുള്ള അളവ് കട്ട് ചെയ്യുക. ഇവിടുന്നും D. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? 1, 2, 3, 4, 5, 6 പോയിന്റ് കിട്ടി. നമുക്ക് ആ 6 പോയിന്റ് എന്ത് ചെയ്യാം? ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു എക്സഗൺ കിട്ടും. ഈ സർക്കിളിന്റെ ഉള്ളിൽ നമുക്കൊരു എക്സഗൺ 6 വർഷത്തൊരു രൂപം കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സർക്കിളിന്റെ ഉള്ളിൽ ഒരു എക്സഗൺ ഇൻസ്ക്രൈബ് ചെയ്തു. ഈ ഒരു എക്സഗൺ ആണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? നെറ്റിന്റെ ഏറ്റവും ഔട്ടർ പോർഷൻ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സഗൺ കിട്ടും. ഒരു എക്സഗൺ നെറ്റിന്റെ ഒരു എക്സഗൺ പോലെ കിട്ടും നിങ്ങൾക്ക്. ആ എക്സഗൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ആദ്യം വരക്കേണ്ടത്. ആദ്യം ഞാൻ 2D ഡയമീറ്റർ ഒരു സർക്കിൾ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു എക്സഗൺ അതിൽ ഇൻസ്ക്രൈബ് ചെയ്തു. ഓക്കെ, ഇനി നോക്കേണ്ടത്, ഞാൻ അതിന് പേര് കൊടുക്കാണ്. ABCDEF GHI ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ പേര് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? AEFGHI എന്നുള്ള എന്ത് കിട്ടി? ഒരു എക്സഗൺ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഈ വശത്തിൽ ഈ ഒരു പോയിന്റ് ഞാൻ J എന്ന് കാണിച്ചു, ഇവിടെ ഞാൻ K എന്ന് കാണിച്ചു. ഇനി നിങ്ങൾ കോമ്പസിൽ OJ എന്നുള്ള അളവെടുക്കുക. OJ റേഡിയസ് വിത്ത് സെന്റർ OJ എന്നുള്ള റേഡിയസ് വിത്ത് സെന്റർ OJ എന്നുള്ള റേഡിയസ് വിത്ത് സെന്റർ Oയിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ എക്സഗണിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ വരക്കുക. ഇൻസ്ക്രൈബ് എ സർക്കിൾ. ഒരു സർക്കിൾ നമ്മൾ വരക്കുക. ഏതിന്റെ ഉള്ളിൽ? ഈ എക്സഗണിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരക്കുക. അതിന്റെ സെന്റർ എന്താണ്? സെന്റർ O ആണ്. റേഡിയസ് എന്താണ്? OJ എന്നുള്ളതാണ് റേഡിയസ്. അത് നമ്മൾ എന്ത് ചെയ്യാം? ഒരു തിക്ക് ലൈനിൽ വരക്കുക. അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് തിക്ക് ലൈൻ വരച്ചത് ഏതാണ്? ഈ എക്സഗൺ മാത്രമേ നമ്മൾ തിക്ക് ലൈൻ ആയിട്ട് വരച്ചുള്ളൂ. ഇനി വരക്കുന്ന സർക്കിളും നമ്മൾ എന്ത് ചെയ്യണം? തിക്ക് ലൈനിൽ വരക്കണം. തിക്ക് ലൈൻ എന്താണെന്നും തിൻ ലൈന്, ചെയിൻ ലൈന്, ഹിഡൻ ലൈന് എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് 1-2 സെമസ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്തിനാ, അതായത് ആ ലൈൻസ് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്യാം. എല്ലാ വശങ്ങളിലും ടച്ച് ചെയ്തിട്ടുള്ള വേണം വരക്കാൻ. ഞാൻ എന്ത് ചെയ്തു? ഒരു സർക്കിൾ ഇതിൽ ഇൻസ്ക്രൈബ് ചെയ്ത് ഇനി എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അതെന്താണ്? നമ്മൾ ത്രെഡ് കാണിക്കണം അല്ലെ? ബോൾട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ എന്തൊരു ഹോൾ ഉണ്ട്. ഇതിന്റെ ഹോൾ എന്താണ്? ഈ ഹോളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാം? ബോൾട്ട് ഫിക്സ് ചെയ്യാം. അപ്പൊ ഈ ബോൾട്ട് നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കത് വരക്കണം. അപ്പൊ നിങ്ങള് ബോൾട്ടിന്റെ കേസിൽ മേജർ ഡയമീറ്റർ ആണ് D എന്ന് പറഞ്ഞു.
ഇനി നമുക്ക് വരക്കേണ്ടത് ഈ ത്രെഡ് പോർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ നെറ്റിന്റെ മൈനർ ഡയമീറ്ററും മേജർ ഡയമീറ്ററും കാണിക്കണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൈനർ ഡയമീറ്റർ ആണ് നമ്മൾ ഹിഡൻ ലൈൻ ആയിട്ട് കാണിക്കുക, മേജർ ഡയമീറ്റർ നമ്മൾ എന്ത് ചെയ്യും, ഒരു തിക്ക് ലൈൻ ആയിട്ടും കാണിക്കും. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഈ ഡയമീറ്റർ ഈ ഹോള് കാണുന്നുണ്ട്. ആ ഹോള് കാണാൻ വേണ്ടിയിട്ട് അതെങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള, അതായത് ബോൾട്ട് ഫിക്സ് ചെയ്യുന്ന ആ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മേജർ ഡയമീറ്റർ ആണ്. മേജർ ഡയമീറ്റർ ആണ് ഡി. അപ്പൊ ഡി എന്നുള്ള അളവ് നിങ്ങൾ, അതായത് ഡി എന്നുള്ള ഡയമീറ്ററിൽ ഒരു തിൻ സർക്കിള് 3/4 വരക്കാം. നമ്മൾ അങ്ങനെയാണ് നെറ്റിന്റെ മേജർ ഡയമീറ്റർ കാണിക്കുക. അപ്പൊ 3/4 വരച്ചാൽ മതി. 3/4 ഒരു തിൻ ലൈനിൽ വരക്കാം. തിൻ ലൈനിൽ 3/4 വരക്കാം. ഓക്കെ, തിൻ ലൈനിൽ, ഇത് തിൻ ലൈൻ ആണ്. ഇതെന്താണ്, നെറ്റിന്റെ മേജർ ഡയമീറ്റർ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെന്തുണ്ടാവും, നെറ്റിന് എന്തുണ്ടാവും, മൈനർ ഡയമീറ്റർ ഉണ്ടാവും. ആ മൈനർ ഡയമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ ഇതിന്റെ അളവ് എന്താവുന്നത്, ഇതിന്റെ ഈ മേജർ ഡയമീറ്റർ കാണിക്കേണ്ട അളവ് എന്താണ്, ഡി ആണ് വന്നത്. മേജർ ഡയമീറ്റർ ഡി ആണ് നെറ്റിൻ്റെത്. ഇനി നെറ്റിന്റെ തന്നെ മൈനർ ഡയമീറ്റർ ഉണ്ട്. ആ മൈനർ ഡയമീറ്റർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, 0.8 ഡിയില് ഒരു സർക്കിൾ തിക്ക് ലൈൻ ആയിട്ട് വരക്കാം. 0.8 ഡിയില് ഒരു ഫുൾ സർക്കിൾ ആണ് വരക്കാം. ഓക്കെ, അപ്പൊ എത്രയാണ് ഹെക്സഗണൽ നെറ്റിന്റെ പ്ലാൻ വ്യൂ. ആദ്യം നമ്മൾ 2D സർക്കിളിൽ ഒരു തിൻ ലൈൻ വരച്ചു. ഇത് 2D സർക്കിളിൽ നമ്മൾ നെറ്റിന്റെ പോർഷൻ അല്ല, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഹെക്സഗൺ വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 2D സർക്കിൾ വരച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഹെക്സഗൺ അതിൽ ഇൻസ്ക്രൈബ് ചെയ്തു. ആ ഹെക്സഗൺ ആണ് നെറ്റിന്റെ ഔട്ടർ ഡയമീറ്റർ, ഔട്ടർ പെരിഫർ നമ്മൾ കാണിക്കുന്നത് ഈ ഹെക്സഗൺ ആണ്. അതിനുശേഷം അതിലൊരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്തു. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഒരു ഹെക്സഗൺ നെറ്റ് എടുത്ത് തന്നെ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് അതിലൊരു സർക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സർക്കിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വരച്ചിട്ടുള്ളത്. അതും തിക്ക് ലൈൻ ആയിട്ട് വരച്ചത്. അപ്പോൾ ഹെക്സഗണൽ, ഈ ഹെക്സഗണും ഈ ഒരു അതിന്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള സർക്കിൾ നമ്മൾ എന്തിനാണ് വരച്ചത്, തിക്ക് ലൈൻ ആയിട്ടാണ് വരച്ചത്. പിന്നെ അതിന്റെ നെറ്റിന്റെ മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സർക്കിൾ വരച്ചു. ഫസ്റ്റ് വൺ ഡി എന്നുള്ള അളവിലാണ് സർക്കിൾ വരച്ചത്. അത് 3/4 മാത്രമേ വരച്ചുള്ളൂ. മാത്രമല്ല ഈ ഒരു സർക്കിൾ എന്താണ്, തിൻ ലൈൻ ആണ്. നെക്സ്റ്റ് അതിന്റെ ഉള്ളിൽ നമ്മളൊരു സർക്കിൾ വരച്ചു. അത് മൈനർ ഡയമീറ്റർ, നെറ്റിന്റെ മൈനർ ഡയമീറ്റർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 0.8 ഡി ആണ്. 0.8 ഡി ആണ്. അതെന്താണ്, തിക്ക് ലൈനിൽ ഫുൾ സർക്കിൾ ആയിട്ട് വരക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പ്ലാനിൽ വരുന്നത്, ഹെക്സഗണൽ നെറ്റിന്റെ പ്ലാൻ വ്യൂവിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ നോക്കാം. നമുക്കറിയാം പ്ലാനിന്റെ തൊട്ട് മുകളിലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എന്ത് വരക്കുന്നത്, നമ്മള് പ്ലാൻ വരക്കല്ല, എലിവേഷൻ വരക്കുന്നത്. അപ്പൊ ഇതിന്റെ തൊട്ട് മുകളിൽ വരക്കുക. നെക്സ്റ്റ് നമ്മള് സൈഡ് വ്യൂ, അതായത് ലെഫ്റ്റ് സൈഡ് വ്യൂ നമ്മൾ റൈറ്റ് സൈഡിൽ വരക്കുന്നത്. ഇവിടുന്ന് നോക്കുന്ന വ്യൂ നമ്മൾ ഈ ഭാഗത്തും വരക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ അളവൊക്കെ നിങ്ങൾ സൈഡിൽ എഴുതി വെക്കണം. അതേപോലെ നിങ്ങൾക്ക് ഇത് എങ്ങനെ വരച്ചു എന്നുള്ളത് നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതി വെക്കുന്നതും നല്ലതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, പ്ലാൻ വരക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം പ്രൊജക്ഷൻ വ്യൂ നിങ്ങൾക്ക് അറിയാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഓരോ പോയിന്റ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യാം. അതായത് എ എന്നുള്ള പോയിന്റ്, ഇവിടെ എ എന്നുള്ള പോയിന്റ്, ഇ, എഫ്, ജി, ഇത്രയും പോയിന്റ് നിങ്ങളുടെ നേരെ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ലെങ്ത്, ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2D ആണ്. അപ്പൊ ഞാൻ 2Dയിൽ ഒരു ലൈൻ വരച്ചു. നിങ്ങൾ നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് വരക്കുക. നമുക്ക് 2Dയിൽ ഒരു ലൈൻ കിട്ടും. ഇനി നമുക്കറിയാം ഈ നെറ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഡി ആണ് വരിക. അത് നമ്മൾ കാണാതെ പഠിക്കണം. ഇപ്പൊ നെറ്റിന്റെ ബോൾട്ടിന്റെ മേജർ ഡയമീറ്റർ ഡി ആണെന്നുണ്ടെങ്കിൽ നെറ്റിന്റെ ഹൈറ്റ് എത്ര വരിക, ഡി തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഡി എന്നുള്ള അളവിൽ ഇവിടെ 30 ആണ്, നിങ്ങൾ 30 തന്നെ വരക്കുക. 30ൽ എന്ത് ചെയ്യാം, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എഫ് ഇ എന്നുള്ള പോയിന്റ് നേരെ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിനെ 3 ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കണം. നേരെ മുകളിൽ നോക്കിയിട്ട് നേരെ മുകളിൽ ഇങ്ങനെ 3 ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കുക. നമ്മളിപ്പോ വരക്കുന്ന വ്യൂ എവിടുന്നാണ്, ഇതാ ഇവിടുന്ന് നോക്കുന്ന വ്യൂ ആണ്.
ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കാണാൻ പറ്റും, ഈ രണ്ട് എഡ്ജും പകുതിയായിട്ടും കാണാൻ പറ്റും. ഈ വ്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ വരക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തു, ഇതിന്റെ നേരെ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് ഇങ്ങനെ റെക്ടാംഗിൾ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ബാക്കിയുള്ള അളവ് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ഓരോ പേര് കൊടുക്കാം. അതായത് നമ്മളവിടെ എത്തി നമുക്ക് ഇതിന് നമുക്ക് ഒരു പേര് കൊടുക്കാം. എൽ എം എൻ ഓ അവിടെ വന്നു, പി കൊടുക്കാം. പി എൽ എം എൻ പി എന്നുള്ള 4 വശങ്ങൾ കിട്ടി. പിന്നെ നമ്മളിനി അതിന്റെ പ്ലാൻ വ്യൂ വരക്കാണ്. പ്ലാൻ വ്യൂ വരക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്തു. റെക്ടാംഗിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2D ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, D ആണ്. ഹൈറ്റ് D ആണ്, ഇതിന്റെ ലെങ്ത് 2D ആണ്. ഈ അളവ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന്റെ ഈ സെന്ററിൽ ഞാൻ ഇങ്ങോട്ട് നേരെ വരച്ചു. ഓക്കെ, ഇതിന്റെ സെന്ററിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെർട്ടിക്കൽ ലൈനില് 30 ഡിഗ്രി ആംഗിൾ എടുക്കുക. 30 ഡിഗ്രി ആംഗിൾ എടുക്കുക. അതായത് പി എൽ എന്നുള്ള ലൈനില് 30 ഡിഗ്രി ആംഗിൾ എടുക്കാണ്ട് നിങ്ങൾ ഒരു തിൻ ലൈൻ വരക്കുക. തിൻ ലൈൻ വരക്കുക. ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിനെ ഞാൻ എന്ത് ചെയ്തു, O1 എന്ന് കാണിച്ചു. O1 എന്ന് കാണിച്ചു. ഓക്കെ, ഇനി O1 എന്നുള്ള പോയിന്റും LMNOP ഇവിടെ Q. ഓക്കെ, ഞാൻ ഇവിടുന്ന് 30 ഡിഗ്രി ആംഗിളില് ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ ഇതിന്റെ സെൻട്രൽ ആക്സിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു. ആ പോയിന്റ് എന്താണ്, O1 എന്നാണ്. ഇനി നെക്സ്റ്റ് O1 സെന്റർ ആയിട്ട് O1 സെന്റർ റേഡിയസ് O1Q റേഡിയസ് എന്താണ്, O1 സെന്റർ ഇതിന്റെ സെൻട്രൽ ആക്സിൽ പോയിന്റ് ആണ് O1 സെന്ററും O1Q എന്നുള്ളത് റേഡിയസും ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ആർക്ക് വരക്കുക. ആർക്ക് വരക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയാണ് O1 എന്നുള്ള പോയിന്റ്, O1Q എന്നുള്ള റേഡിയസ് എടുത്തു. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആർക്ക് കിട്ടും. നമുക്കിവിടെ നമ്മളൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്തു. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ RS എന്നുള്ള ഒരു ലൈൻ ഉണ്ട്. അതിന് ഇത് ഇവിടെ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 30 ഡിഗ്രി ആംഗിളില് ഒരു ലൈൻ വരക്കുക. അതായത് ഈ ഒരു ലൈനില് RS എന്നുള്ള ഒരു ലൈനില് 30 ഡിഗ്രി ആംഗിളില് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടും ഒരു ലൈൻ വരക്കുക. ഇങ്ങോട്ട് ലൈൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ഞാൻ O2 എന്ന് കാണിച്ചു. O2. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്തു, ഇവിടുന്ന് 30 ഡിഗ്രി ലൈനില് ഈ ഒരു സെൻട്രൽ ആക്സിന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഈ സെൻട്രൽ ആക്സിന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് O1Q എന്നുള്ള ആർക്കില് O1 സെന്റർ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ആദ്യം ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം ഇവിടുന്ന് RS എന്നുള്ള ലൈനിന് 30 ഡിഗ്രി ആംഗിളില് ഒരു ലൈൻ നിങ്ങൾ ഇങ്ങോട്ടും വരച്ചു. ഇങ്ങോട്ട് വരക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് മീറ്റ് ചെയ്തു. നമ്മൾ ഓൾറെഡി 30 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി വരക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു പോയിന്റ് O2 എന്നുള്ളത് കാണിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് O2 സെന്റർ ആക്കിയിട്ട് O2 സെന്റർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ R1 RS ഇവിടെ T എന്ന് കാണിക്കാം. ഇവിടെ T O2T എന്നുള്ള അളവില് O2 എന്നുള്ള പോയിന്റ് സെന്റർ ആക്കിയിട്ട് O2T ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സർക്കിൾ ഒരു ആർക്ക് വരക്കാം. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആർക്ക് ഈ ഭാഗത്ത് ടച്ച് ചെയ്യും. ടോപ്പ് എഡ്ജിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ പോയിന്റ് ടച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ഭാഗത്ത് വരച്ച ലെഫ്റ്റ് സൈഡിൽ വരച്ച നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം.
അതായത് 30 ഡിഗ്രി ആംഗിളിൽ നിങ്ങൾ ഒരു ലൈൻ വരച്ചു, അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്നും 30 ഡിഗ്രി ആംഗിളിൽ രണ്ട് ലൈൻ വരച്ചു. ആ ആംഗിൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് O2 സെന്റർ ആക്കിയിട്ട് O2T എന്നുള്ള റേഡിയസിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ആർക്ക് വരക്കാം. സെയിം മെത്തേഡ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് 30 ഡിഗ്രി, ഇവിടുന്ന് ഇങ്ങോട്ട് 30 ഡിഗ്രി വരക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, സെയിം റേഡിയസ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് തന്നെ ഈ ലെങ്ത് നോക്കിയിട്ട് ഇതിന്റെ സെന്ററിൽ ഇവിടെ ആക്കിയാൽ മതി. അല്ല നിങ്ങൾ സെയിം മെത്തേഡിൽ എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം. 30 രണ്ട് ഭാഗത്തു നിന്ന് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും 30 ഡിഗ്രി. ഇവിടുന്ന് ഇങ്ങോട്ട് 30 ഡിഗ്രി എടുക്കുകയാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് 30 ഡിഗ്രി എടുക്കുകയാണ്. ഈ ആംഗിളാണ് 30, ഈ ആംഗിളാണ് 30. നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. സെയിം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റേഡിയസ് എടുക്കുക. ഇവിടെ ചെയ്ത അതേ മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെയും ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാം, ഓക്കെ. ഇനി നിങ്ങൾ ഇതിന്റെ ടോപ്പ് എടുത്ത് ചാംഫർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് 30 ഡിഗ്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആംഗിൾ എടുക്കുക. 30 ഡിഗ്രി ആംഗിൾ എടുക്കാണ്ട് നിങ്ങൾ ഈ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്യാം. 30 ഡിഗ്രി ആംഗിൾ എടുക്കാണ്ട്, അതായത് ഈ ഒരു ആംഗിളാണ് 30, ഈ ഒരു ആംഗിൾ 30 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, സെയിം ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യാം, 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കുക. 30 ഡിഗ്രിയിൽ ലൈൻ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതാണ് നിങ്ങൾ എന്ത് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിലെ ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് മായ്ച്ചു കളയാം. ഇതൊന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ ലൈൻസ് മായ്ച്ചു കളയണമെന്നില്ല. നിങ്ങൾ തിന്നായിട്ട് വരച്ചണമെന്നുണ്ടെങ്കിൽ അവിടെ നോട്ടെ. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതാണ് ചെറിയൊരു ഭാഗം കൂടി വരക്കണം, നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരക്കാം. ഓക്കെ, അതേപോലെ ഇതിൽ നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതാണുള്ളത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ 2D എന്നുള്ള സർക്കിൾ വരക്കുന്നത് ഒരു ഹെക്സഗൺ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഈ സർക്കിളും ആവശ്യമില്ല, നമ്മൾ ഏറ്റവും ലാസ്റ്റ്. ഇനി മൂന്നാമത്തെ വ്യൂ, സൈഡ് വ്യൂ നമ്മൾ വരക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരക്കുന്നത്. ഇവിടുന്ന് നോക്കുന്ന വ്യൂ ആണ്. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അത് അവിടെ വരും, റൈറ്റ് സൈഡിൽ വരും. അപ്പോൾ ഇത് ഏതിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്, എലിവേഷന്റെ റൈറ്റ് സൈഡിലായിട്ട് വരും. ഇതില് നമ്മൾ നോക്കേണ്ടത്, ഇത് ഒന്നല്ലെങ്കിൽ നമുക്ക് പ്രൊജക്ട് ചെയ്ത് വരക്കാം, അല്ലെങ്കിൽ ഈ അളവ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് ഇതിന്റെ സൈഡ് വ്യൂവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.732D ആണ്. 1.732D ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.723D ആണ്. ഇനി നമുക്ക് അടുത്ത് സൈഡ് വ്യൂ വരക്കാം. സൈഡ് വ്യൂ വരക്കാൻ വേണ്ടിയിട്ട് ഈ വശങ്ങളിൽ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ സൈഡിലോട്ട് പ്രൊജക്ട് ചെയ്തു. അപ്പോൾ FGH എന്നുള്ള ഭാഗങ്ങൾ ഞാൻ എന്ത് ചെയ്തു, നേരെ സൈഡിലോട്ട് പ്രൊജക്ട് ചെയ്തു. എനിക്ക് എന്ത് കിട്ടി, ഒരു 1, 2 എന്നുള്ള ലൈൻ കിട്ടി. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ സെന്ററിലെ പോയിന്റ് 3 എന്ന് കാണിക്കാം. ഈ 1, 3 എന്നുള്ള ഡിസ്റ്റൻസും 2, 3 എന്നുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് FG എന്നുള്ള ഡിസ്റ്റൻസും GH എന്നുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇത് പ്രൊജക്ട് ചെയ്യുമ്പോൾ അങ്ങനെ 3 പോയിന്റ് കിട്ടി, 1, 2 and 3. ഇതിന്റെ ഫ്രണ്ട് വ്യൂവിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് D ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സൈഡിൽ നോക്കുമ്പോൾ ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതെന്ത് ചെയ്യാം, നിങ്ങൾ D എന്നുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ സെന്റർ ലൈൻ നിങ്ങൾ കാണിക്കുക. സൈഡിൽ നോക്കുമ്പോൾ ഇതിന്റെ സെന്റർ ലൈൻ ഇങ്ങനെ റെക്ടാങ്കിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ സൈഡ് വ്യൂല് നമ്മൾ എന്ത് ചെയ്തു, ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ 3 വശങ്ങൾ, F എന്നുള്ളത് 1 പ്രൊജക്ട് ചെയ്തു, G എന്നുള്ളത് 3 പ്രൊജക്ട് ചെയ്തു, അതേപോലെ H എന്നുള്ളത് 2 പ്രൊജക്ട് ചെയ്തു. ഈ ആംഗിൾ പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം, 45 ഡിഗ്രി. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന്റെ സെന്റർ ലൈൻ വരക്കാം. ഇതിന്റെ സെന്റർ ലൈൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്താം. അതായത് 1, 3 എന്നുള്ളതിന്റെ സെന്റർ ലൈൻ, 1, 3 എന്നുള്ളതിന്റെ സെന്റർ ലൈൻ വരക്കാം. 1, 3 എന്നുള്ളതിന്റെ സെന്റർ ലൈൻ വരക്കാം. അതിനുശേഷം ഈ N, ഇവിടെ ഞാൻ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നത്, ഇത് എന്താണെന്നുണ്ടെങ്കിൽ N1. ഈ N1 എന്നുള്ള പോയിന്റ് നേരെ ഈ ഒരു റെക്ടാങ്കിളോട്ട് പ്രൊജക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, 3, 4 എന്നുള്ള പോയിന്റ് കിട്ടും. ഓക്കെ,
4 എന്നുള്ള പോയിന്റ് കിട്ടും. ഈ 4 എന്നുള്ള പോയിന്റ് എങ്ങനെയാണ് കിട്ടിയത്? ഈ N1 എന്നുള്ള ഈ ഒരു ഭാഗം നേരിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഒരു റെക്ടാംഗിളിലോട്ട് പ്രൊജക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 4 എന്നുള്ള ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റ് 5 ആക്കിയിട്ട് 5 നിങ്ങൾ എന്ത് ചെയ്യാം? 4 to 5 ഒരു ലൈൻ വരയ്ക്കുക. 4 to 5 നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു ലൈൻ വരയ്ക്കുക. തിൻ ലൈൻ വരച്ചാൽ മതി. എന്താ നമ്മൾ ചെയ്തത്? ആദ്യം ഇങ്ങോട്ട് ഇതിന്റെ ഈ എഡ്ജസ് ഓരോ പോയിന്റും നിങ്ങൾ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. അതിനുശേഷം ഹൈറ്റ് ഡിയില് ഇതിന്റെ ഹൈറ്റ് ഡിയിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഡി എന്ന് പറഞ്ഞാൽ അവിടെ 30 ഒരു റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം 1 2 1 3 എന്നുള്ള ലൈനിന് സെന്റർ ലൈൻ വരച്ചു. ആ സെന്റർ ലൈൻ നിങ്ങൾക്ക് ഇവിടെ 5 എന്നുള്ള പോയിന്റ് കിട്ടി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ N1 എന്നുള്ള ഈ ഒരു പോയിന്റ് നേരിട്ട് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. അതായത് ഇവിടുന്ന് ഡിസ്റ്റൻസ് എത്രയാണോ ആ സെയിം ഡിസ്റ്റൻസ് നിങ്ങൾ ഇവിടെ എടുത്താൽ മതി. അത് 4 എന്നുള്ള പോയിന്റ് കിട്ടി. അതിനുശേഷം 4ഉം 5ഉം എന്നുള്ള പോയിന്റ് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഒരു ലൈൻ കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? 4 5 എന്നുള്ള ലൈന് നിങ്ങൾ ബൈസെക്ട് ചെയ്യാം. ഒരു ലൈൻ എങ്ങനെയാണ് ബൈസെക്ട് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പോയിന്റ് ഉണ്ട്, ഇവിടുന്ന് പോയിന്റ് ഉണ്ട്. സെന്ററിൽ കൂടുതൽ ആർക്ക് എടുക്കുക, ആർക്ക് ഇവിടെ കട്ട് ചെയ്യാം, ഇവിടുന്നും കട്ട് ചെയ്യാം. സെയിം ഇവിടെയും ഇവിടുന്നും കട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ലൈന് ബൈസെക്ട് ചെയ്യാം. അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ 4 5 എന്നുള്ള ലൈൻ നിങ്ങൾ എന്ത് ചെയ്യാം? ബൈസെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ലൈൻ കിട്ടും. ആ പോയിന്റ് O3 ഇവിടെ O3 എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. എന്താ ചെയ്തത്? 4 5 എന്നുള്ള ലൈൻ നിങ്ങൾ ബൈസെക്ട് ചെയ്തു. ആ ബൈസെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ ഒരു പോയിന്റ് O3 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് O3 സെന്റർ ആക്കിയിട്ട് O35 റേഡിയസിൽ O3 സെന്റർ O35 റേഡിയസ് ആക്കിയിട്ട് നിങ്ങൾ ഒരു ആർക്ക് വരയ്ക്കുക. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരിക, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ആർക്ക് നിങ്ങൾ സെയിം മെത്തേഡിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്താണോ ചെയ്തത്, അതായത് ഇതിന്റെ സെന്റർ ലൈൻ വരയ്ക്കുക. സെന്റർ ലൈൻ വരച്ചതിന് ശേഷം നിങ്ങൾ ഈ സെയിം ഡിസ്റ്റൻസ് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈന് ബൈസെക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. എങ്ങനെയാണോ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചെയ്തത് ആ സെയിം മെത്തേഡിൽ നിങ്ങൾ റൈറ്റ് സൈഡിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യും. ഇത്രയാണ് നിങ്ങൾ എന്തിൽ വരുന്നത്? ഇതിന്റെ സൈഡ് വ്യൂല് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ചെയ്തത്? ആദ്യം FGH എന്നുള്ള പോയിന്റ് നിങ്ങൾ പ്രൊജക്ട് ചെയ്തു. ഹൈറ്റ് ഡിയിൽ നിങ്ങൾ റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് 2 ഭാഗമുള്ള റെക്ടാംഗിൾ കിട്ടി. അതിനുശേഷം N1 എന്നുള്ള പോയിന്റ് നേരെ പ്രൊജക്ട് ചെയ്തു, 4ലോട്ട് പ്രൊജക്ട് ചെയ്തു. അതേപോലെ തന്നെ ഈ 5 എന്നുള്ള പോയിന്റ് എങ്ങനെയാണ് കിട്ടിയത്? ഈ ഒരു ചെറിയ 1 3 എന്നുള്ള റെക്ടാംഗിളിന്റെ സെന്റർ പോർഷൻ. അങ്ങനെ ഈ 5ഉം 4ഉം ലൈന് നിങ്ങൾ എന്ത് ചെയ്യുക? ബൈസെക്ട് ചെയ്യുക. ആ ബൈസെക്ട് ചെയ്യുന്ന പോയിന്റും ഈ സെന്റർ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് O3. ഇനി O3 സെന്റർ ആക്കിയിട്ട് O35 റേഡിയസ് ആയി നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാം. സെയിം മെത്തേഡിൽ റൈറ്റ് സൈഡിലും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഫിഗറിന്റെ 2 ഭാഗങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വരക്കാൻ പറ്റും. ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യാം? 3 വ്യൂസ് ഓഫ് ഹെക്സഗണൽ നെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു കാര്യം വിട്ടുപോയില്, അതായത് നമ്മൾ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ 2 മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും നമുക്ക് വരച്ചു. ഈ 2 വ്യൂസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അതിന്റെ മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും നമ്മൾ വരച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വരക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇതിന്റെ D ആണ് ഈ ഒരു എഡ്ജ് കാണിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു മൈനർ ഡയമീറ്റർ ഉണ്ട്. മൈനർ ഡയമീറ്റർ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. സൈഡിൽ നോക്കുമ്പോഴോ അത് കാണാൻ പറ്റില്ല. പക്ഷെ ഉള്ളിൽ എന്തുണ്ട്? അതിന്റെ ഒരു ഹോൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരക്കുക? ഡാഷ് ലൈൻ ആയിട്ടാണ് കാണിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് 0.8 ഡയമീറ്റർ ആകുമ്പോൾ 1 സൈഡ് 0.4. 0.4 നിങ്ങൾ എന്ത് ചെയ്യാം? 2 ഡാഷ് ലൈൻ വരയ്ക്കുക. 2 ഡാഷ് ലൈൻ. ഈ ഡാഷ് ലൈൻ കാണിക്കുന്നത് എന്താണ്? മൈനർ ഡയമീറ്റർ ഓഫ് ഹെക്സഗണൽ നെറ്റ്. ഇനി ഈ സെയിം കേസിൽ ഇനി ഇവിടുന്ന് സൈഡ് വ്യൂ നോക്കുമ്പോഴോ നമുക്ക് എന്തുണ്ട്? മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും കാണിക്കണം. അത് രണ്ടും എവിടെ കാണിക്കണം? ഹെക്സഗണൽ സൈഡ് വ്യൂല് കാണിക്കണം. മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും നമുക്ക് എവിടെ കാണിക്കണം? സൈഡ് വ്യൂല് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. അതായത് നമ്മളിത് വരക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ ഒരു ആർക്ക് വരക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആവശ്യമുള്ളത്. അതേപോലെ നമുക്ക് ഈ പ്രൊജക്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാം. മേജർ ഡയമീറ്റർ
സൈഡ് വ്യൂ എന്ന് കാണിക്കുമ്പോൾ മേജർ ഡയമീറ്റർ മൈനർ ഡയമീറ്റർ കാണിക്കണം. മേജർ ഡയമീറ്റർ D, മൈനർ ഡയമീറ്റർ 0.8. സൈഡ് വ്യൂ എന്ന് കാണിക്കുമ്പോൾ രണ്ടും എന്ത് ചെയ്യണം? ഹിഡൻ ആയിട്ട് കാണിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇങ്ങോട്ട് D എന്നുള്ളതിലും 0.8 D. അപ്പൊ D ആണെങ്കിൽ വൺ സൈഡ് 0.5D, 0.5D ഒരു ഡാഷ് ലൈൻ വരക്കാം. ഇങ്ങോട്ടും 0.5D, 0.5D വരച്ചു. ഇതെന്ത് ചെയ്തു? മേജർ ഡയമീറ്റർ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് മൈനർ ഡയമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യണം. മൈനർ ഡയമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 0.4D വരക്കാം. 0.4D, ഇവിടുന്ന് ഇങ്ങോട്ടും 0.4D. അപ്പൊ എന്താണ്? ഇത് മൈനർ ഡയമീറ്റർ, ഇത് മേജർ ഡയമീറ്റർ. ഓക്കെ, ഇത്രയാണ് ഹെക്സഗണൽ നെറ്റിന്റെ 3 വ്യൂസ്. നിങ്ങളത് സെയിം D = 30 എന്നുള്ള അളവിൽ വേണം നിങ്ങൾ വരക്കാൻ. സെയിം അളവിൽ വേണം വരക്കാൻ. D = 30 mm ആണ് വരേണ്ടത്. അപ്പൊ ഞാൻ ഏതൊക്കെ അളവാണ് ഇതിൽ വരുന്നതെന്നുള്ള ഒറ്റയടിക്കൊന്ന് പറയാം. ഏറ്റവും ഔട്ടർ സർക്കിൾ നമ്മൾ വരച്ചത് 2D. ഏറ്റവും ഔട്ടർ സർക്കിൾ വരച്ചത് 2D. അതിന്റെ ഉള്ളിൽ നമ്മൾ പിന്നെ വരച്ചത് ഒരു മേജർ ഡയമീറ്റർ മൈനർ ഡയമീറ്റർ. അതായത് D വന്നു മേജർ ഡയമീറ്റർ, 0.8D വന്നു മൈനർ ഡയമീറ്റർ. ഇനി ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് D തന്നെയാണ്. ഇതിന്റെ ഹൈറ്റ് D ആണ്. പിന്നെ ഒരു അളവ് വന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? 1.732D ആണ്. നമ്മളിവിടെ പ്രൊജക്ട് ചെയ്ത് വർക്ക് ചെയ്തത്. ഇതാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് എന്തായിരിക്കും? 1.732D ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ഒരു ഹെക്സഗണൽ നെറ്റിന്റെ ഫ്രണ്ട് വ്യൂ, പ്ലാന് ആൻഡ് സൈഡ് വ്യൂ. ഇനി നിങ്ങൾ ഇതിന്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് എങ്ങനെയാണ് ഡയമെൻഷൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഓരോ ഭാഗങ്ങളും ഇൻ ടേംസ് ഓഫ് ഡിയിൽ നിങ്ങൾ അടയാളപ്പെടുത്തുക. അതായത് ഇതിന്റെ ലെങ്ത് എത്രയാണ്? ഇതിന്റെ ലെങ്ത് 1.73, ഇത് D ആണെന്നും ഇത് 0.8D ആണെന്നും നിങ്ങളത് വരച്ച് കഴിഞ്ഞ ശേഷം ഓൾ ഡയമെൻഷൻസ് ആർ റെപ്രസെന്റഡ് ബൈ D. D എന്നുള്ള ടേംസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ടേമും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇത് വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഡയമെൻഷൻസ് അടയാളപ്പെടുത്തണം. ഡയമെൻഷൻസ് എല്ലാം ഡിന്റെ ടേമിൽ നിങ്ങൾ അടയാളപ്പെടുത്തണം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.